ജീവിതത്തിലെ ചില നിമിഷങ്ങൾ ഒരാളുടെ മുഴുവൻ വിധി തിരിച്ചെഴുതാൻ ശേഷിയുള്ളവയാണ്. ഇന്ന് പറയാനിരിക്കുന്ന കഥ അത്തരമൊരു നിമിഷത്തിൽ കുടുങ്ങിയ ഒരു സാധാരണക്കാരൻ്റെ കഥയാണ്. 55-കാരനായ രാമചന്ദ്രന് പെൻഷൻ കഴിഞ്ഞെങ്കിലും ദിവസവും പട്ടണത്തിലേക്ക് പോകാറുള്ള ഒരു സാധാരണക്കാരനായിരുന്നു. ആ ദിവസം പതിവ് പോലെ തിരക്കേറിയ ഒരു KSRTC ബസ്സിൽ അയാൾ കയറി. വിയർപ്പിൻ്റെയും പൊടി നിറഞ്ഞ ഒരു യാത്രയിൽ ഒടുവിലൊരു സീറ്റ് കിട്ടി. അവൻ്റെ അരികിൽ ഒരു യുവതി ഇരിക്കുന്നുണ്ടായിരുന്നു. പൊന്നുപോലെ മിനുങ്ങുന്ന സെറ്റ് സാരി ധരിച്ച ഒരു പെണ്ണ്. യുവതി ഫോൺ എടുത്തിട്ട് ക്യാമറ ഓണാക്കി ആദ്യം കുറേ സെൽഫി എടുത്തു, പിന്നെ വീഡിയോ എടുക്കുന്നു. പുഞ്ചിരിച്ചുകൊണ്ട് സംസാരിക്കുന്ന അവളെ കണ്ടപ്പോൾ രാമചന്ദ്രൻ കൗതുകത്തോടുകൂടി അവളെ നോക്കി. ഒരിക്കൽ അവളുടെ മുഖത്തേക്കും ഒരിക്കൽ അവളുടെ ഫോണിലേക്കും. അവളുടെ കണ്ണുകളിൽ വെറും കൗതുകം മാത്രം ഇങ്ങനെ നിറഞ്ഞു നിൽക്കുകയാണ്. സ്ത്രീ പെട്ടെന്ന് അവളുടെ ഭാവങ്ങൾ മുഴുവൻ മാറ്റി. അവൾ കോപത്തോടെ അയാൾക്ക് നേരെ അലറി. ഏയ്, എന്താ നോക്കുന്നത്? എന്നെയാണോ നോക്കുന്നത്? എന്തിനാ ഇങ്ങനെ നോക്കുന്നത്? എല്ലാവരും നോക്ക്, ഈ ആളെന്നെ വെറുതെ വേറെ എന്തൊക്കെയോ രീതിയിൽ നോക്കിക്കൊണ്ടിരിക്കുക. എത്രത്തോളം വെറുപ്പിക്കുന്ന രീതിയിലാണ് ഇയാൾ നോക്കുന്നത് നോക്കിയേ. ഞാൻ വീഡിയോ എടുത്തിട്ടുണ്ട്. ആളുകളൊക്കെ കലഹിച്ചു തുടങ്ങി. അവരുടെയൊക്കെ ശബ്ദമുയർന്നു തുടങ്ങി. ഇത്തരം ആണുങ്ങളാണല്ലോ പെണ്ണുങ്ങൾക്ക് അപകടം. ആ ഫോൺ കൊണ്ട് റെക്കോർഡ് ചെയ്തൊക്കെ എല്ലാവർക്കും ഒന്ന് കാണിച്ചു കൊടുക്ക്. പെട്ടെന്ന് മുഴുവൻ ബസ്സും കുറ്റം ചുമത്തുന്ന കണ്ണുകളായിട്ട് രാമചന്ദ്രൻ്റെ നേർക്ക് നോക്കി. രാമചന്ദ്രൻ വിറയുന്ന ശബ്ദത്തോടെ പറഞ്ഞതൊന്നും ആരും കേട്ടില്ല. ഞാനൊന്നും ചെയ്തിട്ടില്ല. ദൈവമേ, ഞാൻ വെറുതെ ഒന്ന് നോക്കിയതല്ല, അതൊന്നും ചെയ്തിട്ടില്ല. എന്നാൽ ആരും വിശ്വസിച്ചില്ല. ചിലർ അദ്ദേഹത്തിൻ്റെ വീഡിയോ എടുത്തു, ചിലർ തള്ളിപ്പറഞ്ഞു. ഒരു കുറ്റവാളിയായിട്ട് അയാളെങ്ങനെ മാറ്റി നിർത്തി. ബാക്കി യാത്ര മുഴുവൻ അയാൾക്ക് തലകുലിച്ച് അങ്ങനെ ഇരിക്കേണ്ടി വന്നു. ചിലർ അദ്ദേഹത്തെ ശാരീരികമായിട്ട് ഉപദ്രവിക്കാനും തുടങ്ങി. മറ്റു ചിലർ ആ സ്ത്രീയുടെ വീഡിയോ പല കൈകളിലായിട്ട് പകർത്തി സോഷ്യൽ മീഡിയയിലൊക്കെ പോസ്റ്റ് ചെയ്ത് തുടങ്ങി. വൈകുന്നേരം അയാൾ വീട്ടിലെത്തിയപ്പോൾ ആ വീട്ടിൽ സോഷ്യൽ മീഡിയ നിറഞ്ഞു കഴിഞ്ഞിരുന്നു. രാമചന്ദ്രൻ്റെ ഭാര്യയും മക്കളും നാട്ടുകാരും എല്ലാവരും അത് കണ്ടിട്ടുണ്ടായിരുന്നു. മകൾ കോപത്തോടെ ആ അച്ഛനോട് അലറിക്കരഞ്ഞു. അച്ഛൻ, നമ്മളെ എന്താ ഇത്ര നാണിപ്പിച്ചിരിക്കുന്നത്? എല്ലാവരും ആ വീഡിയോ കണ്ടു. ഇനി ഞങ്ങളെങ്ങനെ പുറത്തിറക്കി നടക്കുക? ഭാര്യ വളരെ കോപത്തോടെ അയാൾക്ക് മുന്നിൽ പോയി നിന്നു. നിങ്ങളെ ഇനി ഞങ്ങൾക്ക് കാണണ്ട. നിങ്ങൾ ഞങ്ങളെ മുഴുവൻ അപമാനിച്ചിരിക്കുക. ഇനി ഈ വീട്ടിൽ നിങ്ങൾക്കൊപ്പം താമസിക്കാൻ ഞങ്ങൾക്കുണ്ടാവില്ല. ദയവായിട്ട് ഞങ്ങളെ മുന്നിൽ നിന്ന് പോയി തരൂ. അയാൾക്ക് മുന്നിൽ വാതിലടയ്ക്കുന്ന ശബ്ദം കേട്ടു. അയാൾ ഒന്നും മിണ്ടാതാവാതെ കണ്ണുകൾ നിറച്ചങ്ങനെ നിന്നു. ഒരു നോക്കിൻ്റെ വിലയാണത്. അത്രയും വലുതാവും ഒരു നോക്കിൻ്റെ വില. ഒരു മനുഷ്യൻ്റെ ജീവിതം, കുടുംബം, മാന്യത എല്ലാം തകർന്നു വീണൂല്ലേ, വെറും ഒരു തെറ്റായ വ്യാഖ്യാനത്തിൻ്റെ പേരിൽ. ഒരു രാത്രി ഒരു മനുഷ്യന്, അല്ലെങ്കിൽ ഒരു പകന് ഒരു മനുഷ്യന് അവൻ്റെ ജീവിതം മുഴുവനായിട്ട് നഷ്ടപ്പെട്ടിരിക്കുകയാണ്. സത്യമേതെന്നോ മിഥ്യയാണെന്നോ ഒന്നും നമുക്ക് അറിയാൻ കഴിയാത്ത ഒരു കാലം. കഴിഞ്ഞ ദിവസം സോഷ്യൽ മീഡിയയിലുണ്ടായിരുന്ന കോലാഹലങ്ങൾ മുഴുവൻ ഇതുപോലൊരു കഥയെ ചുറ്റിപ്പറ്റിയായിരുന്നു. വീണ്ടും ഇതുപോലുള്ള കഥകളുമായിട്ട് നമുക്ക് കാണാം.